തൃശൂർ എളവള്ളിയിൽ നിർമ്മാണത്തിലിരിക്കുമ്പോൾ തകർന്നു വീണ കുടുംബശ്രീ വിപണന കേന്ദ്രം പൊളിച്ചു നീക്കുന്നു. കെട്ടിടം തകർന്നതിൽ അധികൃതർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമായിരുന്നു. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ യാതൊരു നടപടിയും എടുക്കാതെ കെട്ടിടം പൊളിച്ചു നീക്കി തുടങ്ങി. അധികാരികളിൽ നിന്നും നിർമ്മാണ തുക തിരിച്ചു പിടിക്കണമെന്ന ആവശ്യം ശക്തമായതിനെ തുടർന്നാണ് പൊളിച്ചു നീക്കൽ തുടങ്ങിയത്. കെട്ടിട നിർമ്മാണത്തിലെ ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ നടപടിയെടുക്കാതെ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്ന് പാവറാട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാലിൻ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടും അതിനോടൊപ്പം തന്നെ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് 20 വർഷം മുന്നേ പണിത കെട്ടിടമാണ്. ഈ കെട്ടിടം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് തകർന്നു വീഴുകയാണ് ഉണ്ടായത്. നിർമ്മാണം ഏൽപ്പിച്ച വ്യക്തികളെല്ലാം തന്നെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ തന്നെയായിരുന്നു. അതുകൊണ്ട് അനേകം ആക്ഷേപങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകിയിട്ടും യാതൊരുവിധ നടപടികളും എടുക്കാതെ ഇന്ന് ഈ കെട്ടിടം പൊളിച്ചു നീക്കുകയാണ്. അഴിമതിയുടെ ഏറ്റവും വ്യക്തമായ തെളിവോട് കൂടി നിൽക്കുന്ന ഈ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിലൂടെ അഴിമതി ഇല്ലാതാക്കാൻ ചിലപ്പോൾ സാധിക്കും. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ നിന്നും അദ്ദേഹം ചെയ്ത അഴിമതി ഒരിക്കലും മാറിപ്പോകില്ല. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ 2005-2010 കാലഘട്ടത്തിലാണ് സർക്കാർ ഭൂമിയിലെ 5 മുറികളോട് കൂടിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ദാരിദ്ര്യ ലഘൂകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കെട്ടിട നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചത്. എന്നാൽ കെട്ടിടം തകർന്നത് ശരിയായ വിധം നിർമ്മാണം നടത്താത്തതാണ് തകർന്നു വീഴാൻ കാരണമായതെന്ന് സ്റ്റാലിൻ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥർ പരാതികൾ നൽകിയിട്ടും യാതൊരുവിധ നടപടികളും അധികൃതർ സ്വീകരിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.